വെജ് ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് ചൂടാക്കണം. ഇനി അടുത്തതായി ഞാനിതിലേക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വലിയ ഉള്ളി ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്കൊരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതും ചെറുതായി ഒന്ന് വഴന്നു വരണം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ പ്യൂരിയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ടൊന്ന് നന്നായി മിക്സ് ആക്കണം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഈ ഗരം മസാല ഇട്ടാൽ തന്നെ നല്ല മണവും ഉണ്ടാവും. ഇനി ഇതും ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്നും കൂടി നന്നായി മിക്സ് ആക്കണം. മസാലയെല്ലാം നല്ലോണം ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് കേബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാരറ്റും ബീൻസും മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടാൽ തന്നെ നല്ല കളർഫുള്ളായിരിക്കും ഈ വെജിറ്റബിൾ ബിരിയാണി. ഇനി അടുത്തതായി ഇതിലേക്ക് കുറച്ച് പുതിനച്ചപ്പും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കണം. ഈ ചപ്പെല്ലാം ഇട്ട് കൊടുത്താൽ നല്ല മണവും ഉണ്ടാവും ഈ മസാലയ്ക്ക്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഈ ഉള്ളിയും കിസ്മിസും അണ്ടിപ്പരിപ്പും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി കുറച്ച് പുതിനച്ചപ്പും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട്. നല്ലൊരു മണം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക് യു.